അള്ളാഹു നമ്മുടെ ഈ തറാവി നിസ്കാരം നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. മുഅ്മിനീങ്ങളെ, യജമാനനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടക്കാൻ ഒരുങ്ങുന്ന സന്ദർഭം. യഥാർത്ഥത്തിൽ അള്ളാഹുവിനക്ക് ആരോടും അന്നുണ്ടായിരുന്ന മലക്കുകളോടോ മറ്റു സൃഷ്ടികളോടോ ഒന്നും അതിനെക്കുറിച്ചൊരു അഭിപ്രായം ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു മുശാവറയുടെ പ്രാധാന്യം ലോകത്തെ പഠിപ്പിക്കുക എന്ന നിലക്ക് അള്ളാഹു മലക്കുകളോടൊരു അഭിപ്രായം തേടി സൂറത്തുൽ ബഖറയുടെ തുടക്ക ഭാഗത്ത് അത് പറയുന്നുണ്ട്. وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي جَاعِلٌ فِي الْأَرْضِ خَلِيفَةً. അല്ലാഹു തആല പറഞ്ഞു, മലക്കുകളെ, ഞാനിങ്ങനെ എന്റെ പ്രതിനിധിയായിട്ട് ഭൂമിയിലേക്ക് ചില മനുഷ്യന്മാരെ പടക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, എന്താ നിങ്ങളെ അഭിപ്രായം എന്ന് ചോദിച്ചു. അത് മലക്കുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഖാലൂ അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ. അവര് ചോദിച്ചു, അല്ലാഹുവേ, എന്തിനാണ് ഭൂമിയിൽ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കാൻ, ഇവിടെ ഫസാദുകൾ ഉണ്ടാക്കാൻ ഒരു വിഭാഗം ആളുകളെ നീ പടക്കുന്നത്? ഞങ്ങൾ തന്നെ നിനക്ക് തസ്ബീഹ് ചൊല്ലുന്നില്ലേ, ഞങ്ങൾ നിന്റെ പരിശുദ്ധതയെ വാഴ്ത്തുന്നില്ലേ? അല്ലാഹുവേ, ഞങ്ങൾ സദാസമയവും നിന്റെ ഇബാദത്തിലല്ലേ, പിന്നെ എന്തിനാണ് ഒരു മനുഷ്യ വിഭാഗത്തെ പടക്കുന്നത്? ആ സമയത്ത് അല്ലാഹുവരോട് പറഞ്ഞു, മലക്കുകളെ, നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയും കേട്ടോ. അങ്ങനെ അല്ലാഹു തആല ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചു, പിന്നെ ഭൂമിയിലേക്ക് ഇറക്കി, പിന്നെ മനുഷ്യവർഗത്തെ ഇങ്ങനെ സംവിധാനിച്ചു വന്നു. അപ്പോ ആ തുടക്കം മുതലേ മലക്കുകൾക്ക് മനുഷ്യനോട് ചെറിയ ഒരു വിയോജിപ്പുണ്ട്. തഫ്സീറുകളിലൊക്കെ അത് കാണാം. പക്ഷെ പിന്നെ മനുഷ്യൻ, അതല്ലെങ്കിൽ മനുഷ്യരിൽപ്പെട്ട ചില ആളുകൾ ഇബാദത്ത് കൊണ്ടങ്ങട്ടാണ് ഉയരുന്ന സമയത്ത് മലക്കുകൾ പിന്നെ അടിയറവ് പറയും. അതല്ല, ചില വേള മനുഷ്യർക്ക് മലക്കുകളുടെ മേലെ കടക്കാൻ കഴിയുന്ന, അങ്ങനെയാണ് ഇസ്ലാമിലുള്ളത്. ഒരു മുഅ്മിനായ മനുഷ്യൻ, സ്വാലിഹായ മനുഷ്യനാണെങ്കിൽ അയാൾക്ക് അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനം മലക്കുകളുടെ മേലെയാണെന്ന് മുഹമ്മദ് മുസ്തഫ. ചില വേള മലക്കുകളെ നിയന്ത്രിക്കാനും കീഴ്പ്പെടുത്താനും ഒക്കെ കഴിയും ഈമാനുള്ള മനുഷ്യന്മാർ. നോക്കൂ നിങ്ങൾ, ഞങ്ങൾക്ക് സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് വായിത്തരാം. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ വലിയ പ്രവാചകനല്ലേ, ഈ ഭൂമിയിൽ വെച്ച് അള്ളാഹുവിനോട് സംസാരിച്ച പ്രവാചകനല്ലേ. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണത്. ഉർസില മലക്കുൽ മൗതി ഇലാ മൂസ. ഇതത് ഉറങ്ങിയോ? എന്താ കറണ്ട് പോയതല്ലോ. ഉർസില മലക്കുൽ മൗതി ഇലാ മൂസ. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി അല്ലാഹു തആല അസ്രായീൽ അലൈഹി ഇസ്ലാമിനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. മൂസാ നബി അലൈഹി ഇസ്ലാം പെരേക്ക് വന്നപ്പോണ്ട് അസ്രായീൽ എങ്ങനെ കാര്യം കൊണ്ട് വരുന്നേ? അല്ല, എന്തിനെ ഇങ്ങോട്ട് പോന്നു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നബിയേ, ഞാൻ നിങ്ങളെ റൂഹ് എടുക്കാൻ വേണ്ടി വന്നതാണ്. എടുത്തൊരു മറുപടി. ആര്? മലക്കുൽ മൗത്ത് അസ്രായീൽ. ഇത് മൂസാ നബി അലൈഹി ഇസ്ലാമിന് ഇഷ്ടപ്പെട്ടില്ല. ഉടനെ ബഹുമാനപ്പെട്ടവർ ഫസ്വക്കഹു, അസ്രായീൽ അലൈഹി ഇസ്ലാമിന്റെ മുഖത്തൊരൊറ്റ അടിയാണ്. അസ്രായീലിന്റെ കണ്ണ് ആ അടി കൊണ്ട് പൊട്ടിയെന്ന് മുഹമ്മദ് മുസ്തഫ. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണിത്. മൂസാ നബി അലൈഹി ഇസ്ലാമെ അസ്രായീൽ ഒരൊറ്റ അടിയാ, കണ്ണ് പൊട്ടി. ഉടനെ അസ്രായീൽ അള്ളാന്റെ സമീപത്തേക്ക് ചെല്ലുകയാണ്. അല്ലാഹു തആല ചോദിച്ചു, അല്ല അസ്രായീൽ, എന്റെ അടിമയായ മൂസാ നബിയുടെ റൂഹ് എടുക്കാൻ പോയിട്ട് എന്തേ നിങ്ങൾ വെറുതെ മടങ്ങിപ്പോന്നു? ഇത് അള്ളാഹ്ക്ക് അറിയാത്തോണ്ടല്ല, പക്ഷെ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾ റൂഹ് എടുക്കാൻ പോയ മൂസാ നബിന്റെ സ്ഥാനം നിങ്ങൾ ഈ മേലെ ഇട്ടോന്ന് എന്താകാണ് അല്ലാഹു തആല അറിയിച്ചു കൊടുക്കണം. അപ്പോൾ കരഞ്ഞുകൊണ്ട് അസ്രായീൽ പറഞ്ഞു, അല്ലാഹ് അർസൽതനി ഇലാ അബ്ദിൻ ലാ യുരീദുൽ മൗതാ. അല്ലാഹുവേ, മരിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു മനുഷ്യന്റെ സമീപത്തേക്കാണോ നീ എന്നെ പറഞ്ഞയച്ചത്? അല്ലാഹ്
അയാൾക്ക് മരിക്കാൻ ഇഷ്ടമല്ല അള്ളാ, അയാളെ ഞാൻ അടിച്ച് എന്റെ കണ്ണ് പൊട്ടിച്ചില്ലേ. ഇങ്ങനത്തെ മനുഷ്യന്റെ അടുത്ത് കാണോ ഞാൻ പറഞ്ഞയച്ചിക്കണത്. ഉടനെ അള്ളാഹ് പറഞ്ഞു, അസ്രായീൽ, എന്റെ അടിമക്ക് മരിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, നിങ്ങളുടെ ഇടപെടൽ ശരിയാകാത്തത് കൊണ്ടാണ്. ആരുടെ സമീപത്തേക്കാ നിങ്ങൾ പോയതെന്ന് നിങ്ങൾക്കറിയുമോ? ബനൂ ഇസ്രായേലുകളുടെ പ്രവാചകനാണ്, ഉലുൽ അസ്മുകളിൽ പെട്ടവരാണ്, ഭൂമിയിൽ വെച്ച് ഞാൻ സംസാരിച്ച പ്രവാചകനാണ്, തൗറാത്ത് നൽകപ്പെട്ട പ്രവാചകനാണ്. എന്നിട്ട് ഇത്രയും മഹത്വമുള്ള ഒരു മനുഷ്യന്റെ സമീപത്ത് സാധാരണ ഒരു മനുഷ്യന്റെ രൂപത്തിൽ ചെന്നാൽ, സാധാരണ ഒരു മനുഷ്യന്റെ സമീപത്തേക്ക് ചെല്ലുന്നത് പോലെ ചെന്ന് അവരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ പറ്റുമോ? നമ്മളൊന്ന് ആളും തിരക്കും നോക്കി കണ്ട അതിനനുസരിച്ച് വേണ്ട ഇടപെടാന്. നിങ്ങൾ സാധാരണ മനുഷ്യന്റെ അടുത്ത് ചെല്ലണം മാതി ചെന്നാണ് മൂസാ നബിയോട് ഇടപെട്ട അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? ഫറദ്ദല്ലാഹു ഐനഹു, അല്ലാഹു തആല ഇസ്രായേൽ അലൈഹിസ്സലാമിന്റെ കണ്ണ് ശരിപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഇടപെടേണ്ട ചില ശൈലികളൊക്കെ അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ്. അനബി രണ്ടാമത് മലക്ക് വന്നു. നല്ല തടിച്ച് കൊഴുത്ത, ശരീരത്തിൽ നിറച്ച് രോമങ്ങളുള്ള നല്ലൊരു കാളക്കുട്ടിയെ കൊണ്ടുവന്നു. എന്നിട്ട് പ്രവാചകന്റെ മുന്നിൽ വെച്ച് ആ കാളക്കുട്ടിന്റെ രോമത്തുമ്പോ കൂടെ ഇങ്ങനെ അസ്രായേൽ തടകി. എന്നിട്ട് പറഞ്ഞു, നബിയെ ഇങ്ങോട്ട് നോക്കാണ്, ഈ കാളക്കുട്ടിയുടെ ശരീരത്തിൽ എത്ര എണ്ണം രോമങ്ങളുണ്ട് നബിയേ? ഓരോ രോമത്തിനും ഒരു വർഷമെന്ന തോതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ദുനിയാവിൽ ഇനിയും ജീവിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് മരണം തെരഞ്ഞെടുക്കാം. സംസാര ശൈലി ഒന്ന് മാറ്റിപ്പിടിക്കുകയാണ്. അപ്പൊ ഉടനെ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ചോദിച്ചു, അസ്രായേലേ, ഈ കാണുന്ന രോമത്തിന്റെ എണ്ണം വർഷങ്ങൾ അത്രയും 1000 വർഷങ്ങൾ ഈ ഭൂമിയിൽ ഞാൻ ജീവിച്ചാൽ പിന്നെ അതിന്റെ ശേഷം സംഭവിക്കുന്നത് എന്താണ്? ഉടനെ മലക്ക് പറഞ്ഞു, അൽ മൗത്ത്, പിന്നെ മരിക്കും നബിയേ. മരിക്കാതെ ഒരിക്കലും ഇവിടെ ശാശ്വതമായി നിൽക്കാൻ കഴിയില്ല. ഉടനെ ആ പ്രവാചകൻ പറഞ്ഞു, ഫൽ ആൻ, എന്നാൽ ഈ സമയത്ത് തന്നെ ഞാൻ മരണത്തിനൊരുങ്ങുകയാണ്. ഉടനെ അള്ളാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹ്, ബൈത്തുൽ മുഖദ്ദസിൽ നിന്നൊരു കല്ലെറിഞ്ഞാൽ എത്ര ദൂരത്തെത്തുമോ അത്രയെങ്കിലും ദൂരത്തേക്ക് അടുത്തേക്ക് നിന്ന് അടുപ്പിച്ചു തരണേ അല്ലാഹ്. ഈ ഹദീസ് അവിടെ ഉണ്ട്, സഹീഹുൽ ബുഖാരിയിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞെന്താ, മലക്കുകളെക്കാളും മനുഷ്യന് ഉയരും. മലക്കുകൾ മനുഷ്യരെ ഖിദ്മത്ത് ചെയ്യും, മനുഷ്യർക്ക് സേവനം ചെയ്യും, മനുഷ്യന്റെ പ്രാർത്ഥനകൾക്ക് ആമീൻ പറയും. പരിശുദ്ധ റമളാൻ വന്നാൽ അല്ലാഹു ആകാശ ലോകത്തുള്ള മലക്കുകളോട് പറയുന്നത് തന്നെ, ഇജ്അലു സ്വലാതകും വതസ്ബീഹകും ലിഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മാസത്തിൽ നിങ്ങളെ സ്വലാത്തുകൾ, നിങ്ങളെ തസ്ബീഹുകൾ മുത്തുനബി തങ്ങളുടെ ഉമ്മത്തിനാകട്ടെ. എല്ലാ സന്തോഷങ്ങളും നൽകാൻ എന്താകണം കാര്യങ്ങൾ? ഈമാൻ കൊണ്ട് മനുഷ്യൻ ഉയരണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇദാ അശ്റഫൽ അബ്ദുൽ മുഅ്മിനു അലൽ മൗത്ത്, ഒരു ശരിയായ മുഅ്മിനായ മനുഷ്യന് മരണമാസന്നമായാൽ, ജാഅഹു മലക്കുൻ, ഒരു റഹ്മത്തിന്റെ മലക്കാ മനുഷ്യന്റെ സമീപത്തേക്ക് വരികയാണ്. എന്നിട്ട് ആ മലക്ക് ഈ മനുഷ്യനോട് പറയുന്നുണ്ട്, അസ്സലാമു അലൈക യാ വലിയല്ലാഹ്, അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട വലിയായ മനുഷ്യ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ. ഈ മനുഷ്യനോട് സലാം പറയുകയാണ്. ഈ മനുഷ്യന് സലാം അടക്കുകയാണ്. ആ മലക്കിന്റെ കൈപിടിച്ച് മുസാഫത്ത് ചെയ്യുകയാണ്. ഉടനെ മലക്ക് പറയുന്ന ഒരു വർത്തമാനമുണ്ട്, അല്ലാഹു യുഖ്രിഉ അലൈക്കസ്സലാം, യജമാനനായ അല്ലാഹു നിങ്ങളോട് സലാം പറയുന്നുണ്ട് കേട്ടോ. വയുബശ്ശിറുക ബിൽ ജന്ന, അല്ലാഹു നിങ്ങളോട് സ്വർഗ്ഗം കൊണ്ട് സന്തോഷം അറിയിക്കുകയാണ്. ഇങ്ങനെ പല സന്ദർഭങ്ങളിലും മലക്കുകളും മുഅ്മിനീങ്ങളും അങ്ങനെ ആശീർവദിക്കണ കുറെ ഘട്ടങ്ങളുണ്ട് എന്നാണ്.
എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ, സ്നേഹമുള്ള ചെറുപ്പക്കാരെ, മഹത്തായി മജ്‌ലിസിലെ ശബ്ദം വീക്ഷിക്കുന്നവരെ, ഇന്ന് പരിശുദ്ധ റമളാനിലെ 3ാമത്തെ തറാവീഹ് നമ്മൾ നിസ്കരിച്ചില്ലേ? ഇന്നത്തെ നിസ്കാരം മലക്കുകളുടെ ആശീർവാദം നമുക്ക് നേടിത്തരുന്ന നിസ്കാരമാണ്. മഹാനായ അഷ്റഫുൽ വറാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ടല്ലോ, പരിശുദ്ധ റമളാനിലെ 3ാമത്തെ രാത്രിയിൽ ഒരാൾ തറാവീഹ് നിസ്കരിച്ച് കഴിയുമ്പോ നാദാ മലക്കും മിൻ തഹ്തിൽ അർശി, യജമാനനായ അല്ലാഹുവിന്റെ സിംഹാസനമായ അർശിന്റെ താഴ്ഭാഗത്ത് ഒരു മലക്ക് വിളിച്ചു പറയുകയാണ്, ഇസ്തഖ്ലിസുൽ അമല. സ്നേഹത്തോടെ മുഅ്മിനായ മനുഷ്യനോട് പറയുന്നുണ്ട്, ഇത് റമളാനാണ്, നിങ്ങൾ നിസ്കരിക്കുന്നത് തറാവീഹാണ്, മനസ്സിലെ നിയ്യത്ത് പയച്ചു പോകരുത് കേട്ടോ. അല്ലാഹു അല്ലാത്ത മറ്റൊരു ലക്ഷ്യവും നിങ്ങളിൽ വരരുത് കേട്ടോ. ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക, എല്ലാ ദോഷങ്ങളും അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് മലക്ക് ദുആ കൊണ്ട് നീ ഉമ്മത്തിനെ ആശീർവദിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാ, ഞങ്ങളുടെ നിസ്കാരം അതിന് പറ്റിയ രൂപത്തിൽ നീ കബൂലാക്കണേ അല്ലാ. ഒരുപാട് വീഴ്ചകൾ ഞങ്ങളുടെ നിസ്കാരത്തിലുണ്ടല്ലോ, നിന്റെ റഹ്മത്ത് കൊണ്ട് അതൊക്കെ പരിഹരിക്കണേ അല്ലാ. ചെറിയ മസാല ഉണ്ട്, ചൊല്ലി ഉറക്ക ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ ഒരാള് പറഞ്ഞേ, ഗൾഫിൽ നിന്ന് വന്ന ഒരാളിൻ്റെ അടുത്ത് നിസ്കരിച്ചാൻ വേണ്ടി കുത്തിരുന്നു. അയാൾ അത്തയ്യാത്ത് കുത്തിരുന്നപ്പോ ഇല്ലല്ലാ എന്ന് പറഞ്ഞപ്പോ വിരലും ഉയർത്തി. നമ്മൾ ഇല്ലല്ലാ എന്ന് പറയുമ്പോ അങ്ങനെ വിരലും എത്തും, പിന്നെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. മനസ്സിലായില്ല? അതായത് അത്തഹിയാത്തിൽ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ നമ്മള് ചൂണ്ടുവിരൽ ഉയർത്തുമല്ലോ, അത് ഉയർത്തിയിട്ട് പിന്നെ ഇങ്ങനെ അതിങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അനക്കാണോ വേണ്ട ഉസ്താദെ? അല്ല, ഞമ്മളൊക്കെ ഇങ്ങനെ അനക്കാതെ പൊടിച്ചലേനു. ഇപ്പൊ ഇങ്ങനെ ഗൾഫാരെല്ലാവരും ഇങ്ങനെ അനക്കിക്കൊണ്ട് തന്നെയാണ്. അപ്പൊ ആ വസ്വാസ എന്താ കാട്ടേണ്ടത് എന്ന് ചോദിച്ചു. ഗൾഫാർക്ക് അനക്കാന്നും നാട്ടുകാരെ അനക്കാത്ത എന്താ പറയണ്ടേ? ശാഫിഈ മദ്ഹബില് നമ്മള് പിന്നെ ഫിഖഹിന്റെ കിതാബുകളിലൊക്കെ ഉള്ളത് ഇങ്ങനെയാണ്. അത്തഹിയാത്ത് ഓതുമ്പോ ഇല്ലല്ലാ എന്ന് പറയുമ്പോ ആ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ആ ഹംസ ഇ എന്ന് പറയില്ലേ, ആ ഹംസ പറയുമ്പോ ചൂണ്ടുവിരലിനെ ഉയർത്തൽ സുന്നത്താണ്. അത് ഉയർത്തി കഴിഞ്ഞാൽ പിന്നെ സലാം വീട്ടണത് വരെ ഈ മനുഷ്യൻ ഈ വിരലിലേക്കാണ് നോക്കേണ്ടത്. അങ്ങനെ ഒരു സുന്നത്തുണ്ട്. മനസ്സിലായോ? ഒന്നാമത്തെ അത്തഹിയാത്തിൽ നമ്മൾ ഇല്ലല്ലാ എന്ന് പറഞ്ഞാല് വിരൽ ഉയർത്തുമല്ലോ, ആ ഇല്ലല്ലാ എന്ന് പറയുന്ന ഒപ്പം ആ ഈ പറയുമ്പോ തന്നെ ഉയർത്തണം. ഉയർത്തി കഴിഞ്ഞാൽ പിന്നെ എവിടുക്കാൻ നോക്കേണ്ടത്? ആ വിരൽ നമുക്ക് ഏത് വരെ? അടുത്ത റക്അത്തേക്ക് നീച്ചിക്കണ വരെ. പിന്നെ നോട്ടം സുജൂദിന്റെ സ്ഥലത്ത്. നിസ്കാരത്തിൽ ഫുൾ സമയം നോക്കേണ്ട സുജൂദിന്റെ സ്ഥലത്തേക്കാണ്. പക്ഷെ അത്തഹിയാത്തിൽ വിരൽ ഉയർത്തിയാൽ പിന്നെ നോട്ടം എമ്മക്കാകണം, വിരലുമക്കാകണം. അതേപോലെ അവസാനത്തെ അത്തഹിയാത്താണ്. അത്തഹിയാത്തോടും അത്തഹിയാത്തിലും ബറകാത്തു സ്വലവാത്തും എന്നൊക്കെ പറയുമ്പോൾ നോക്കേണ്ടത് സുജൂദിന്റെ സ്ഥലത്തേക്ക് തന്നെയാണ്. ഇല്ലല്ലാ എന്ന് പറഞ്ഞ വിരൽ ഉയർത്തിയാൽ പിന്നെ നോട്ടം എവിടുക്കാണ്? ആ വിരലുമക്കാണ് നോക്കേണ്ടത്. ഏത് വരെ? സലാം വീട്ടുന്ന വരെ. പിന്നെ ആ വിരലുമക്കാണ് നോക്കേണ്ടത്, പിന്നെ സുജൂദിന്റെ സ്ഥലത്തേക്കല്ല നോക്കേണ്ടത് എന്നാണ്. അപ്പൊ ഇതൊക്കെ പറയുന്നുണ്ട് വലാ യുഹർരികുഹ. എന്നിട്ട് ഞാൻ എന്താകാൻ പാടില്ല? അനക്കാൻ പാടില്ല. അപ്പൊ ശാഫിഈ മദ്ഹബ് പ്രകാരം വിരലിനെ അനക്കരുത്. അനക്കരുത് എന്ന് പറഞ്ഞാൽ അയ്യ വലാ യുസ്തഹബ്ബു, അനക്കൽ സുന്നത്തില്ല എന്നല്ല, ബൽ യുക്റഹു. ശാഫിഈ മദ്ഹബ് പ്രകാരം അനക്കൽ എന്താണ്? കറാഹത്താണെന്നാ. അപ്പൊ ഒരിക്കലും ശാഫിഈ മദ്ഹബ് പ്രകാരം ഒരു കാരണത്താലും ഇല്ലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് വിരൽ ഉയർത്തിയാൽ വിരൽ എന്താകാൻ പാടില്ല? അനക്കാൻ പാടില്ല. ഖുറൂജൻ മിൻ ഖിലാഫി മൻ ഹറമ ദാലിക. ചില ആൾക്കാർ, ചില ഇമാമിങ്ങൾ ഇങ്ങനെ വിരൽ അനക്കൽ ഹറാമാണെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. വലാ ഖിലാഫിൽ നിന്ന് പുറത്തിയാടാൻ വേണ്ടി കണ്ടാണ് വിരൽ അനക്കൽ കറാഹത്താണെന്ന് പറയുന്നത്. എന്നാൽ ചില മദ്ഹബുകളിൽ ചില ഇമാമിങ്ങളൊക്കെ അത് സുന്നത്താണെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. ഇപ്പൊ നമ്മളെ ഗൾഫിലൊക്കെ ചെല്ലുമ്പോൾ ഈ മാലിക്കി മദ്ഹബാരും അംബലി മദ്ഹബാരൊക്കെ ഉണ്ടാകും. ഓല മദ്ഹബ് പ്രകാരം ചെയ്യണതാണിത്.
അത് ശാഫി മതപ്രകാരം നമ്മളത് ചെയ്യാൻ പാടില്ല, നമുക്കത് സുന്നത്തില്ല എന്നല്ല വരലനക്കൽ എന്താണ് താനും കറാഹത്താണ്. പറഞ്ഞ മനസ്സിലായിട്ടില്ലേ? അല്ലാഹു തആല അതൊക്കെ മനസ്സിലാക്കി ചെയ്യാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അല്ലാഹു ഞങ്ങളെ നിസ്കാരം നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ മജ്ലിസ് നീ ഖബൂലാക്കണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം ഞങ്ങൾക്കൊക്കെ നീ നൽകണേ അല്ലാഹ്. ഒരുപാട് സഹോദര സഹോദരിമാർ ഈ മജ്ലിസിൽ വെച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹസ്സലാക്കണേ അല്ലാഹ്. ഇന്നലെയും മിനിയാന്നും ഇന്നും ഒക്കെ ഞങ്ങൾക്ക് ഭക്ഷണം തന്ന വീട്ടുകാരുണ്ട്, പ്രത്യേകിച്ച് ഇന്ന് ഭക്ഷണം തന്ന വീട്ടുകാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. അവരുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറിടം നീ സ്വർഗമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഗൂഡല്ലൂരിൽ നിന്നൊരു സഹോദരി മരണപ്പെട്ട ഭർത്താവിനും ഉപ്പാക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു അവരുടെ ഖബറിടം നീ സ്വർഗമാക്കണേ അല്ലാഹ്, സന്തോഷത്തിലാക്കണേ അല്ലാഹ്, വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാഹ്. ഖബറിന്റെ അദാബിൽ നിന്ന് അവർക്ക് കാവല് നൽകണേ അല്ലാഹ്. അവരുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരു സഹോദരി ഒരു കച്ചവടം തുടങ്ങാൻ പോവുകയാണ്, അതിൽ ബറക്കത്തുണ്ടാകാനും സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ നീരാനും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു ആ സഹോദരിയുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും കച്ചവടങ്ങളിലും ബിസിനസ്സിലും സമ്പത്തിലും കൃഷികളിലും കുടുംബത്തിലും ജോലിയിലും കൂലിപ്പണി ചെയ്യുന്നവരുണ്ട്, അവരുടെ ജോലിയിലും എല്ലാ കാര്യങ്ങളിലും ബറക്കത്ത് നൽകണേ അല്ലാഹ്, ഖൈർ നൽകണേ അല്ലാഹ്, ഉയർച്ച നൽകണേ അല്ലാഹ്. റബ്ബേ, പരീക്ഷ എഴുതുന്നവരുടെ വിദ്യാർത്ഥികളുടെ പരീക്ഷയിലൊക്കെ നല്ല ഉന്നതമായ വിജയം നൽകണേ അല്ലാഹ്, നല്ല ഓർമ്മശക്തി നൽകണേ അല്ലാഹ്, നല്ല ഹിഫ്ള് നൽകണേ അല്ലാഹ്. ഞങ്ങൾ മരിച്ചുപോയ എല്ലാ മുഅ്മിനീങ്ങളുടെയും ഖബറിടം സ്വർഗമാക്കണേ അല്ലാഹ്. ഈ റമളാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ ഞങ്ങളെയൊക്കെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.